സാമ്പാർ കീര കൊണ്ട് നമുക്ക് രണ്ട് വിഭവങ്ങൾ തയ്യാറാക്കാം. ഒന്ന് മഷിയലും അല്ലെങ്കിൽ കീര മുളകൂട്ടൽ എന്ന് പറയും, ഇല്ലെങ്കിൽ പൊരിച്ചെറി എന്നും പറയും. വീട്ടിൽ ധാരാളം വളർന്നു കിട്ടുന്ന ഒരിനം ചീരയാണ്. ഒരു തണ്ട് വയ്ക്കുകയാണെങ്കിൽ അത് നമുക്കിതുപോലെ പടർന്ന് പന്തലിച്ച് കിട്ടുകയും ചെയ്യും. അത് നല്ല ഫ്രഷായിട്ടുള്ള ഇലകൾ ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ബാക്കി അത് തന്നെത്താനെ അതങ്ങ് കിളിർത്ത് വന്നോളും. ഇതുപോലെ പറിച്ചെടുത്ത് ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഇലകൾ മാത്രം ഇതുപോലെ പറിച്ചെടുക്കുക. അതിൻ്റെ തണ്ട് ഇതിൽ ഉപയോഗിക്കേണ്ട. ഇപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന ഈ രണ്ട് വിഭവങ്ങളും നമുക്ക് സാധാരണ അറക്കീര എന്നും പറഞ്ഞൊരു ചീര കിട്ടും, ഇല്ലെങ്കിൽ പാലക്ക് വെച്ചും നമുക്കിത് ചെയ്യാം. സാധാരണ കിട്ടുന്ന പച്ചച്ചീര വെച്ചും ചെയ്യാം. ഈ മഷിയൽ എന്ന് പറയുന്ന ഈ വിഭവം അറക്കീര കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ളത്. ഇലകൾ ഇതുപോലെ പറിച്ചെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഈ മഷിയൽ നമുക്ക് കുഴഞ്ഞു വരുന്ന ഒരു കറിയാണ്, അതുകൊണ്ട് തണ്ട് ഇതിലേക്ക് ഒട്ടും എടുക്കരുത്. ആദ്യം മഷിയൽ തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഏകദേശം 5 കപ്പോളം ചീര ചേർക്കുന്നുണ്ട്. ഇത് വെന്ത് വരുമ്പം കൂടെ നമുക്കൊരു 3/4 കപ്പേ കിട്ടത്തുള്ളൂ ഈ മഷിയലിന്. അതുകൊണ്ട് ക്വാണ്ടിറ്റി എത്ര ചേർത്തെങ്കിലും അത് നമ്മൾ വേവിച്ച് ഉടച്ചു വരുമ്പം അതിൻ്റെ ക്വാണ്ടിറ്റി ഒത്തിരി അങ്ങ് ചെറുതായി കിട്ടും. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് വേവിക്കാം. അതിൽ വെള്ളം കൂടി പോകരുത്. ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട കാര്യമില്ല. ആവശ്യമെങ്കിൽ ശകലം ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ടാൽ മതി. ഇത് നമുക്കിതുപോലെ ഒരു മത്ത് കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. മഷിയൽ എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് ഇതുപോലെ മത്ത് വെച്ച് തന്നെയാണ് മഷിച്ചെടുക്കുന്നത്. ഈ മഷിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇത് ചതച്ചെടുക്കുന്നതിനാണ് ഇത് മഷിയൽ എന്ന് പറയുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് ആ വെള്ളം നമുക്ക് വറ്റി കിട്ടുകയും വേണം. ചീര നന്നായിട്ട് ഇതുപോലെ കുഴഞ്ഞ് എല്ലാം കൂടെ ചേർന്ന് ഒരു ബോളായിട്ട് കിട്ടുകയും വേണം. ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർക്കുക. ഇതിൽ എരിവിനായിട്ട് ഇപ്പോൾ തൽക്കാലം നമ്മളൊന്നും ചേർക്കത്തില്ല. അത് താളിച്ച് ഒഴിക്കുമ്പം അതിലാണ് എരിവിന് ആവശ്യമുള്ള മുളക് ചേർക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് കുഴഞ്ഞ് ചേർന്ന പരുവാകുമ്പം ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കതിലേക്കൊരു താളിപ്പ് ചേർക്കാം. ഇതിന് വെളിച്ചെണ്ണ ഒരു 2-3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിയാണ് താളിപ്പിനായിട്ട് ചേർത്തിരിക്കുന്നത്. സാധാരണ പച്ചരിയാണെങ്കിൽ പച്ചരി എടുക്കുക. ഞാനിപ്പോൾ മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. എരിവിനാവശ്യമുള്ള ചുമന്ന മുളകും ചേർത്ത് അരി നന്നായിട്ട് പൊട്ടി ഇതുപോലെ വീർത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് ഈ താളിപ്പ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മഷിയലിലേക്ക് ചേർത്ത് താളിപ്പ് ചേർത്ത് ഉടനെ ഒന്ന് അടച്ച് വെച്ചേക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണെങ്കിൽ മഷിയൽ റെഡിയാവും. ഇത് ഒരു ടീസ്പൂൺ ഒരു കപ്പ് ചോറിന് 1 ടീസ്പൂണിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. ഇതിൽ കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. ഇത് വീട്ടിൽ അമ്മുമ്മ താളിപ്പിന് ഇതുപോലെ അരി മാത്രമേ എടുക്കത്തുള്ളൂ. ഇഷ്ടമുള്ളവർക്ക് കടുകും കൂടെ ചേർക്കാം. ഇതും ചോറും മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. എല്ലാവരും ഈ രീതിയിൽ നമുക്ക് സാധാരണ ചീര വെച്ചും ഈ കറി തയ്യാറാക്കി എടുക്കാം. ഇനി അടുത്തത് പൊരിച്ചെറി ഇല്ലെങ്കിൽ മുളകൂട്ടൽ തയ്യാറാക്കാനായിട്ട് ആദ്യം വേവിച്ചതുപോലെ തന്നെ ചീര നന്നായിട്ടൊന്ന് പകുതി വെന്ത് വരുമ്പോൾ അതിലേക്ക് വേവിച്ച് ചെറുപരിപ്പും കൂടെ ചേർക്കുക. ഏകദേശം 1/4 കപ്പോളം ചെറുപരിപ്പ് ചേർത്തിട്ടുണ്ട്. വേവിച്ച ചെറുപരിപ്പ് പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിച്ച് വരുമ്പം അതിലേക്ക് സ്വാദിനാവശ്യമുള്ള ഉപ്പും 1-1.5 കപ്പ് തേങ്ങയിൽ 1/4 ടീസ്പൂൺ ജീരകവും 2 ചുമന്ന മുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ അരച്ചെടുക്കുക. അതും കൂടെ ചേർത്ത് തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് പൊരിച്ചെറി എന്നും പറയാം, ഇല്ലെങ്കിൽ പാലക്കാട് സൈഡിൽ മുളകൂട്ടൽ എന്നാണ് ഇതിന് പറയുന്നത്. തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുമ്പോൾ 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് താളിപ്പും കൂടെ ചേർക്കാം.
വെളിച്ചെണ്ണയിൽ കടുകും ചുമന്ന മുളകുമാണ് താളിപ്പിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് ഉഴുന്നുപരിപ്പും കൂടെ ചേർക്കാവുന്നതാണ്. താളിപ്പ് ചേർത്ത ഉടനെ അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് യോജിപ്പിച്ചാൽ മതി. ഇതിലിപ്പോൾ തേങ്ങ ഡയറക്റ്റായിട്ട് അരച്ചാണ് ചേർത്തിരിക്കുന്നത്. ഒരു വെർഷനും കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. ചുമന്ന മുളകും ഉഴുന്നുപരിപ്പും കൂടെ ഒന്ന് മൂപ്പിച്ച് അത് തേങ്ങയുടെ കൂടെ അരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ രീതിയിൽ നമുക്ക് ഇതേ പൊരിച്ചറി തയ്യാറാക്കാം. സാമ്പാർ ചീര വെച്ച് 2 വിഭവങ്ങളാണ് ഇന്ന് തയ്യാറാക്കിയത്. ചീര മശിയലും ചീര പൊരിച്ചെറിയും. ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കി ഇഷ്ടമുള്ള കറികളുടെ കൂടെ നമുക്ക് ചോറിൻ്റെ കൂടെ വിളമ്പാവുന്നതാണ്. എല്ലാവരും ഈ 2 കറികൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. ഈ വിഭവങ്ങളും വീഡിയോയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.